ഒരു മലയുടെ ചെരുവിൽ ഇങ്ങനെ വീടുകളൊക്കെ അടുങ്ങിയിരിക്കുന്നത് കണ്ടോ. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നുള്ളത് നോർവേയിലെ ബെർഗനിലാണ്. സമയം ഏകദേശം 9:30 ഞാനിങ്ങനെ ഷിപ്പിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് പുറത്തേക്ക്. ഒരു ശകലം നടക്കാനുണ്ട് ഇവിടുത്തെ സിറ്റിയിലേക്ക്. ഒരു അധികമില്ല, ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് ഈ സ്ഥലം. ഒരു മലയുടെ ചെരുവിൽ ഇങ്ങനെ വീടുകളൊക്കെ അടുങ്ങിയിരിക്കുന്നത് കണ്ടോ. നോർവേയിലെ ഒരു സ്ഥിരം കാഴ്ചകളിലൊന്നാണ് ഈ മലഞ്ചെരുവിലിരിക്കുന്ന ഇങ്ങനത്തെ വീടുകൾ. നോർവേയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് ബെർഗൻ. ധാരാളം ക്രൂയിസ് ഷിപ്പുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ബെർഗൻ. നമ്മൾക്ക് ഇവിടെ എൻ്റെ പുറകിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വൈക്കിങ്ങിൻ്റെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ ഷിപ്പ് കുറച്ച് അപ്പുറത്ത് മാറിക്കിടപ്പുണ്ട്. അങ്ങനെ ധാരാളം ഷിപ്പുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബെർഗൻ. നോർവീജിയൻ ഫിയോർഡ്സിൻ്റെ ഒരു കവാടം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഏകദേശം 3 ലക്ഷത്തിന് അടുത്താണ് ഇവിടുത്തെ ജനസംഖ്യ. വളരെ കുറവാണ് ഇവിടുത്തെ ജനസംഖ്യ. കൂടുതലും ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. നോർവേയിൽ ഞാൻ വന്നിട്ടുള്ളതിൽ ഒത്തിരി അധികം തവണ വന്നിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ ബെർഗൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹാർബർ. ഈ ചെറിയ ഫെറികളും ചരക്ക് കപ്പലും എല്ലാം ഇവിടെ വന്നാണ് ഇവിടെയാണ് അടുപ്പിക്കാറ്. നോർവേയിലെ ഭാഷ എന്ന് പറയുന്നത് നോർവീജിയനാണ് ഇവിടെയും സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് പൊതുവെ ആൾക്കാർ ഇംഗ്ലീഷ് ധാരാളമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. വർഷം മുഴുവൻ നന്നായിട്ട് മഴ ലഭിക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ നോർവേയിലെ ബെർഗൻ. യൂറോപ്പിൻ്റെ മഴ നഗരം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പൊതുവെ. എൻ്റെ ഈ പുറകിൽ കാണുന്ന, എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്സ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ്. ബെർഗൻസ് എന്നാണ് ഈ ഒരു ഏരിയ, ഈ ഒരു ബിൽഡിങ്സുകൾ പറയുന്നത്. ധാരാളം ഷോപ്പുകളും അതുപോലെ സുവനീർ ഷോപ്പുകളും പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റുകളും കഫേയും അങ്ങനെയുള്ളതെല്ലാമാണ് ഇതിൻ്റെ ഉള്ളത്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ലോക്കൽ മാർക്കറ്റും ഒരു മീറ്റിൻ്റെ ഒക്കെ ഉള്ള ഒരു സ്റ്റാളൊക്കെ ഉണ്ട്. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ബിൽഡിങ്സ് ഇത് കവർ ചെയ്ത് പോരാം. ജർമ്മൻ നേവിയുടെ പ്രധാന ബേസുകളിലൊന്നായിരുന്നു ഈ നോർവേയിലെ ബെർഗൻ എന്ന് പറയുന്ന സ്ഥലം. അവരുണ്ടാക്കിയ പല കെട്ടിടങ്ങളുമാണ് ഇന്നും ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. മിക്കതും കാലപ്പഴക്കം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. നടന്നു വന്ന വഴിക്കാണ് പെട്ടെന്ന് പരിചയമുള്ളൊരു ബൈക്ക് കണ്ടത്. നമ്മുടെ ഹിമാലയൻ. ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ ഒരു സംഭവമുണ്ട്. അതായത് ഇവിടെയും ഈ മൗണ്ടൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ട്രെയിനുണ്ട്. ചെറിയൊരു ട്രാം പോലുള്ളൊരു സർവീസുണ്ട്. പക്ഷെ അത് നല്ല തിരക്കാണെന്ന് തോന്നുന്നു. എപ്പോഴും അതിൻ്റെ മുന്നിൽ നല്ല ക്യൂ ആണ്. എൻ്റെ ഈ നേരെ കാണുന്ന ഈ വൈറ്റ് ബിൽഡിങ് അതാണ് ഇവിടുത്തെ ഈ മലയുടെ മുകളിലേക്ക് പോകാനുള്ള ഒരു ട്രെയിനിൻ്റെ സ്റ്റേഷൻ.
പക്ഷെ നല്ല തിരക്കാണ് എന്തായാലും. ഇവിടെ ഒരു പനോറമിക് വ്യൂ കിട്ടും ഇതിൻ്റെ മുകളിൽ നിന്ന്. നടന്നു പോകാനായിട്ട് വഴിയുണ്ട്, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ഇതിലെ എവിടെയോ കുറേ സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്റ്റെപ്പുകളാണെന്നറിയില്ല. എന്തായാലും ചുമ്മാ ജസ്റ്റ് പോയി നോക്കാം കുറച്ച് ദൂരം. എന്തായാലും മൗണ്ടൻ്റെ മുകളിലേക്ക് നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലല്ല. ഏകദേശം 1.5-1.25 മണിക്കൂറോളം നടക്കാനുണ്ട്. അതും നല്ല കയറ്റമാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പം കണ്ടതാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നിടത്തു നിന്നൊരു നല്ലൊരു വ്യൂ ഉണ്ട്. ഈ ബെർഗൻ്റെ ഒരു ചെറിയൊരു പനോറമിക് വ്യൂ കിട്ടും. ഞാൻ ഏകദേശം ഇവിടെ വരെ ഒന്ന് കയറി വന്നു. കുറച്ച് പകുതി വരെ കയറി. തൊട്ട് മുകളിലൊരു ചെറിയൊരു പള്ളി പോലൊരു കുഞ്ഞു ബിൽഡിംഗ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി നോക്കാൻ നടത്തോണ്ട് നടക്കുക. ചിലപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടും. നല്ല കാലാവസ്ഥയാട്ടോ ഇന്ന്. പൊതുവേ ഞാനിവിടെ വരുമ്പോഴെല്ലാം നല്ല മഴയാണ് സാധാരണ. പക്ഷെ ഇന്നെന്തോ അത്യാവശ്യം തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. ഞാൻ ഏകദേശം മുകളിലേക്ക് എത്തി. കൊള്ളാം, ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അങ്ങ് ദൂരെ ഞങ്ങളുടെ കപ്പൽ കിടക്കുന്ന കാണാം. ഇവിടെയായിട്ട് ആ റെഡ് കളറിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഷിപ്പ്. ധാരാളം തവണ നോർവേയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. അവിടെ ദൂരെ ഐഡയുടെ ഒരു ഷിപ്പും കിടപ്പുണ്ട് കേട്ടോ. ഐഡ എന്ന് പറയുന്നൊരു ജർമ്മൻ കമ്പനിയാണ് ഐഡ. എന്തായാലും ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ചെറിയൊരു തടാകമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മാൻമെയ്ഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, മാൻമെയ്ഡ് തന്നെയാണ്, നാച്ചുറൽ അല്ല എന്തായാലും. നമുക്ക് ഇവിടുന്ന് തിരിച്ച് താഴേക്ക് പോവാം. താഴത്തെ ലോക്കൽ മാർക്കറ്റൊക്കെ ഒന്ന് പോയി കാണാം. നല്ല ഭംഗിയാണ് അവിടെ. എന്തായാലും ഒരു എന്താ പറയുക, സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല നല്ല പീസ്ഫുൾ അന്തരീക്ഷം. അവിടെ കുറച്ച് സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇനി അതിലെ കയറി പോയാൽ മുകളിലേക്ക് എത്താൻ പറ്റുമോ എന്ന് അറിയില്ല. ഒന്ന് ഓടിക്കുറച്ചൊന്ന് പോയി നോക്കാം. ശകലം ഒന്ന്. ക്യാമറ എങ്ങോട്ട് വെച്ചാലും നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ് എല്ലായിടത്തും. ഇത് വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. എന്നാണല്ലോ ഈ ഒരു പനോറമിക് വ്യൂ തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേട്ടോ. മരങ്ങളെല്ലാം
ഇലയൊക്കെ പൊഴിച്ചിങ്ങനെ നിൽക്കുക. നടക്കില്ല. ഞാൻ മുകളിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ച്. സമയം കുറച്ച് വേണം. ഞാനങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് ചെല്ലാൻ ഞാൻ താമസിക്കും. അതുകൊണ്ട് ഞാൻ പതുക്കെ താഴേക്ക് പോയിട്ട് ലോക്കൽ മാർക്കറ്റും താഴത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയാണ്. അവിടെയൊക്കെ പോയിന്ന് നോക്കാമെന്ന് ഓർത്തു. ഞാൻ നടന്ന വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും നല്ല തിരക്കാണ് എൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി. കുറേ സ്കൂൾ കുട്ടികൾ നിൽക്കുന്നുണ്ടോ. ധാരാളം ഷോപ്പുകളുള്ളൊരു ഏരിയയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ മാഗ്ഡിയാണിത്, പക്ഷെ എന്താണെന്നറിയില്ല, അടഞ്ഞു കിടക്കുവാണ്. എവിടെ തിരിഞ്ഞാലും എന്താണ് നല്ല ഭംഗിയാണ് കാണാൻ. ക്യാമറ എങ്ങോട്ട് വെച്ചാലും ഭയങ്കര നല്ല ഫ്രെയിംസാണ് കിട്ടുന്നത്. ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഏകദേശം ആ ഭാഗത്താണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നല്ല തിരക്കുണ്ട് ഇന്ന് ഈ ടൗണിൽ കേട്ടോ. ഇതൊക്കെല്ലാം കൂടുതലും ടൂറിസ്റ്റുകളാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ. ധാരാളം മീറ്റിൻ്റെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ കിട്ടും. പക്ഷേ ഇതെല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. സമയം ഏകദേശം ഒരു 10:30 ആകുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഇതെല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് വരുള്ളൂ. അവരെല്ലാം അത് തുറക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഇവിടുത്തെ ലോക്കൽ ഫിഷ് മാർക്കറ്റാണ്. പൊതുവെ ഒരു സാൽമണിനൊക്കെ കിലോയ്ക്ക് നമ്മുടെ നാട്ടിലെ 3000-4000 രൂപ എന്തോ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ കിടക്കുന്നതാണ് സാൽമൺ. പിള്ളേരൊക്കെ മീൻ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണം. ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ കുക്ക് ചെയ്യാൻ റെഡിയാക്കി വെച്ചേക്കുന്ന തരത്തിലാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ നിന്നാണ്, ഈ പള്ളിയിൽ നിന്നാണ്, പള്ളി പോലെയുള്ള ആ ഒരു ബിൽഡിങ്, അത് അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. പള്ളിയാണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ക്വയറ്റ് ഏരിയ ആയിട്ടാണ് എനിക്ക് ഈ നോർവേയിലെ പല സ്ഥലങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു പാർക്കൊക്കെ ഉണ്ട്. അങ്ങോട്ട് ആണ് ഞാനിപ്പോൾ പോകുന്നത്. ഇഷ്ടംപോലെ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു റേറ്റ് അല്ല. അത്യാവശ്യം നല്ല റേറ്റാണ് എല്ലാത്തിനും. നോർവേയിൽ പൊതുവെ ഭയങ്കര എക്സ്പെൻസീവാണ് ജീവിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ ജോബ് ഉണ്ടെങ്കിൽ നല്ല സാലറിയും ഉണ്ടാവും. ഒരു നൈറ്റ് ക്ലബ്, ഒരു പബ്ബാണ് ഈ കാണുന്നത്. പണ്ട് ഞാനിവിടെ രാത്രിയിൽ ഒരു തവണ വന്നിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് ഈ സൈഡിലാണ്. ഇവിടെയാണ് ആ ഗാർഡൻ ഉള്ളത്. ഞാൻ ആ ഗാർഡൻ്റെ മുന്നിലേക്ക് എത്തി. ഇതാണ് ആ ഗാർഡൻ.
ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളിലൊന്നും ഇലയോ പൂക്കളോ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ സീസൺ ടൈമിൽ വന്നാൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ആ മലയുടെ മുകളിൽ വീടുകളിരിക്കുന്നുണ്ടോ? എന്തോരം വീടുകളാന്ന് നോക്കി. എന്നെ ഭംഗിയായിരിക്കുമല്ലോ അവിടെയൊക്കെ ജീവിക്കാനായിട്ട്. നല്ല ഭംഗിയായിരിക്കും, നല്ല ഫ്രഷ് എയർ. കൊതിയാവുന്നത്. പോണ്ടിൻ്റെ ഈ കുളത്തിൻ്റെ നടുക്ക് വലിയൊരു ഫൗണ്ടൻ ഉള്ളതാണ്. ആ കാണുന്നതാണ് ഫൗണ്ടൻ്റെ എന്താണ് ഫങ്ഷൻ ചെയ്യുന്ന സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ എന്തോ ഇന്ന് പ്രവർത്തിക്കുന്നില്ലത്, ഓണല്ലത്. ചിലപ്പോൾ നല്ല ഭംഗിയാണ് ആ ഫൗണ്ടൻ കാണാനായിട്ട്. ഞാൻ ഇവിടുന്ന് പതിയെ ഷിപ്പിലേക്ക് തിരിച്ചു പോവാണ്. അധികം സമയമില്ല. പോകുന്ന വഴിക്ക് വേറൊരു ഭംഗിയുള്ളൊരു ഏരിയ ഉണ്ട്. അവിടം കൂടെ അതിലെ നമുക്ക് പാസ് ചെയ്ത് പോകാം. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഇപ്പോൾ അവിടെ വന്നൊരു ഗൈഡ് പറയുന്നത് കേട്ടതാണ്, ഈ കാണുന്നൊരു ഗോപുരം ഏകദേശം 1900 ഉണ്ടാക്കിയതാണെന്ന്. അതായത് ഏകദേശം 1900 ഉണ്ടാക്കിയ ഒരു ഗോപുരമാണെന്നാണ് അവിടെ വന്നൊരു ഗൈഡ് പറഞ്ഞത് കേട്ടോ. ഞാൻ നടന്ന് വേറൊരു സൈഡിലേക്ക് എത്തി. ഇവിടെ ഞാൻ തിരിച്ച് പോകുന്ന വഴിക്കാണ് ഷിപ്പിലേക്ക്. ഇവിടെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള നല്ല കുറേ കാഴ്ചകളുണ്ട്. ഈ ഒരു ഏരിയയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ബിൽഡിങ്സ് ആണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഇവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചൊരു ബിൽഡിങ്ങുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു ബാക്കി ഏരിയ ആണ്, അതിൻ്റെ ഒരു പുറകുവശമാണ് ഇവിടം. നമുക്ക് ഇതിൻ്റെ അകത്തുകൂടി നേരെ പോയാൽ ഓപ്പോസിറ്റ് സൈഡിലെത്തും. അതായത് ഞാൻ ആദ്യമേ കാണിച്ച ഐക്കോണിക് ബിൽഡിങ്സിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ. ഫുള്ള് തടിയാണ്, തടി വെച്ച് ആണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് മുഴുവൻ. പക്ഷെ എത്ര വർഷങ്ങളായിട്ടും ഇതിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. അകത്തും ഉണ്ട് കേട്ടോ ചെറിയ ഷോപ്പുകളൊക്കെ. ഇവിടുത്തെ ഒരു പരമ്പരാഗത ഷോപ്പുകളിലൊന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പ്രധാന സുവനീറാണ് ഈ സാധനം. ഞാൻ ആ കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പഴയൊരു കാളവണ്ടിയാണ്, മറ്റേ ഈ സാധനം ഇത് വലിച്ചോണ്ട് പോകുന്ന വണ്ടിയാന്ന് തോന്നുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ കാളവണ്ടിയൊക്കെ പോലെ. ഇത് മറ്റേ റെയിൻഡിയർ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഈ നോർവേലൊക്കെ കാണപ്പെടുന്ന മറ്റേ ഒരു മാനുണ്ടല്ലോ. ധാരാളം ചെറിയ സുവനീർ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത്.
ഇതൊരു അടിപൊളി സുവനീർ ഷോപ്പാണ് കേട്ടോ. ാണ് ഇവിടുത്തെ ആ ഐക്കോണിക് ബിൽഡിങ്സ്. അതിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 349 NOK, അതായത് നോർവേജിയൻ മണിയാണ് 349. അതിൻ്റെ തന്നെ പല തരത്തിലും പല സൈസിലുള്ളതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വൈക്കിങ്ങുകാരുടെ കാലഘട്ടത്തിലുള്ള ജൂവലറീസ് വെച്ചിട്ടുണ്ട്. സുവനീറുകളുടെ ഒരു വൻ കളക്ഷൻ തന്നെയുണ്ട് ഈ ഷോപ്പിൽ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് മറ്റേ ആ ഐക്കോണിക് ബിൽഡിങ്സിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫേസിലേക്കാണ്. നമ്മൾ കുറച്ച് മുന്നേ പാസ് ചെയ്ത് പോയത് അതിലെ അങ്ങോട്ടേക്കായിരുന്നു. കണ്ടോ? ഞാൻ പതിയെ ഷിപ്പിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ച് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു ചർച്ചും കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് പോവാം. ആ കാണുന്നതാണ് ആ ഞാൻ പറഞ്ഞ പള്ളി. ബെർഗനിലെ ഏറ്റവും പഴക്കമേറിയ കെട്ടിടങ്ങളിലൊന്നാണ് ഈ പള്ളി. ഏകദേശം 12ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു റോമൻ ശൈലിയിൽ പണിത ഒരു പള്ളിയാണിത്. ധാരാളം കൊത്തുപണികളൊക്കെ നിറഞ്ഞ ഒരു പ്രസംഗപീഠം ഈ പള്ളിക്ക് ഉള്ളിൽ ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിളിൽ നിന്ന് അറിഞ്ഞത്. പക്ഷേ പള്ളി അടച്ചു കിടക്കുവാണ്. അകത്ത് കയറാനായിട്ട് ഒരു വഴിയുമില്ല. ഏകദേശം 1130കളിൽ ആണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. നഗരത്തിൻ്റെ പ്രധാന ഐക്കോണിക് അടയാളങ്ങളിലൊന്നാണ് ഈ പള്ളിയുടെ ഇരട്ട ഗോപുരങ്ങൾ. ബെർഗനിലെ ജർമ്മൻ വ്യാപാരികളുടെ പ്രധാന പള്ളികളിലൊന്നായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയെ ജർമ്മൻ ചർച്ചെന്നും വിളിക്കാറുണ്ട്. നോർവേയിലെ രാജാവായിരുന്ന സിഗ്വേർഡ് ദി ക്രൂസേഡർ, അങ്ങനൊരു രാജാവ് ഉണ്ടായിരുന്നു ഇവിടെ. പുള്ളിയാണ് ഈ പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയതെന്നാണ് പറയുന്നത്. അന്ന് ഈ ബെർഗനിലെ കൂടുതൽ കെട്ടിടങ്ങളെല്ലാം തന്നെ തടിയിലാണ് നിർമ്മിച്ചിരുന്നത്. നേരെ മറിച്ച് ഈ പള്ളി കല്ലിലും. കാരണം അന്ന് തീപിടുത്തത്തിൽ ധാരാളം നാശനഷ്ടങ്ങൾ ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സോ അതിനെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം കല്ലിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 12ാം നൂറ്റാണ്ടിൽ പണിത പള്ളിയാണ്. ഞാൻ എന്തായാലും തിരിച്ച് ഷിപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.